ഏഷ്യാ കപ്പ് മത്സരത്തിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറി. പാക് ടീം ഹോട്ടൽ തുടരുന്നു. ഇതോടെ ഏഷ്യാ കപ്പ് മത്സരം ഉപേക്ഷിച്ചു. വിവരങ്ങളുമായി ആദിൽ ചേരുകയാണ്. ആദിൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെ തന്നെ വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു നടപടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. UAE ആയിട്ടുള്ള മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ ഇപ്പോഴും അവരുടെ ടീം റൂമിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യൻ സമയം 8 മണിക്ക് തുടങ്ങേണ്ട കളിയിലേക്ക് എന്താണ് അതിന് കാരണം? എന്തെങ്കിലും വിശദീകരണം പാക് ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നിലവിൽ ഈ പറയുന്ന കളി ഉപേക്ഷിച്ചതുമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യൻ ടീം അംഗങ്ങൾ ഹസ്തദാനം നൽകാതിരുന്ന ഒരു സാഹചര്യത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ICCയുമായി ബന്ധപ്പെടുകയും ഈ റഫറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് PCC രംഗത്ത് വരുന്നു, അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ICCയുടെ ഭാഗത്തു നിന്നും ഈ ക്രിക്കറ്റ് ബോർഡിനെ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിലുള്ള ഇടപെടലുകളൊന്നും റഫറിയുടെ മേൽ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാനായിട്ട് ICC വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പാകിസ്ഥാൻ UAE ആയിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് മീറ്റിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വ സാഹചര്യം രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിലെല്ലാം പാകിസ്ഥാൻ വരുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നിലവിൽ പാകിസ്ഥാൻ മത്സരത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ICCയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വലിയ രീതിയിലുള്ള പിഴ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഏകദേശം 150ഓളം കോടി രൂപയുടെ പിഴ ICC ചുമത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്ന വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഏറ്റുകഴിഞ്ഞാൽ അത് അവിടുത്തെ ക്രിക്കറ്റ് സംവിധാനത്തെ തന്നെ, പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സംവിധാനത്തെ തന്നെ വലിയ രീതിയിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തന്നെ വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്, ശരി. അതിലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.